യു എയിലേക്ക് വിസിറ്റ് വിസയിൽ വരുന്ന സന്ദർശകർക്ക് നിരവധി നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തിടെ സന്ദർശക വിസയിൽ യു എയിലേക്ക് പോകുന്നവർ പാസ്പോർട്ടിനും വിസയ്ക്കുമൊപ്പം റിട്ടേൺ ടിക്കറ്റ് 1 മാസത്തിന് 3000 ദിർഹവും 2 മാസത്തിന് 5000 ദിർഹവും, താമസരേഖ, സുഹൃത്തുക്കൾക്കൊപ്പമോ ബന്ധുക്കൾക്കൊപ്പമോ ആണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ വിസ, എമിറേറ്റ്സ് ID തുടങ്ങിയ വിവരങ്ങളെല്ലാം ഹാജരാക്കണമെന്ന കർശന നിയമം വന്നിരുന്നു. ഇപ്പോൾ യാത്രക്കാർക്കായി പുതിയ ഒരു മുന്നറിയിപ്പുമായി ട്രാവൽ ഏജൻസികൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനി മുതൽ ഇന്ത്യയുടെ വിവിധ എയർപോർട്ടുകൾ വഴി സന്ദർശക വിസയിൽ യു എയിലേക്ക് വരുന്നവർ അവരുടെ നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് യു എയിലേക്ക് ഏത് എയർലൈനിലാണോ പോകുന്നത് അതേ എയർലൈനിൽ നിന്ന് തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെന്നാണ് ട്രാവൽ ഏജൻസികളുടെ പുതിയ നിർദ്ദേശം. ഈ നിബന്ധന പാലിക്കാതിരുന്നാൽ യാത്രക്കാർക്ക് ബോർഡിംഗ് നിഷേധിക്കപ്പെടാൻ ഇടയാക്കുമെന്നാണ് അറിയിപ്പ്. സന്ദർശക വിസയിൽ യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വിമാനത്താവളങ്ങളിലെ കർശന പരിശോധനകൾ മൂലവും റിട്ടേൺ ടിക്കറ്റുകൾ മറ്റ് എയർലൈൻ കമ്പനികളിൽ നിന്നായതിനാൽ യാത്ര ഒഴിവാക്കി തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. മാത്രമല്ല, ദുബായിൽ വിസിറ്റിംഗ് വിസയിൽ എത്തുന്ന പലരും തിരിച്ചു പോകാതെ ജോലി ഒപ്പിച്ച് അവിടെ തന്നെ തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് UAE ഭരണകൂടം കഴിഞ്ഞ മെയ് 15 മുതൽ പരിശോധന കർശനമാക്കിയത്. ദുബായിലെ എയർപോർട്ടുകളിലാണ് ആദ്യം സന്ദർശക വിസകൾ ചെക്കിംഗ് ആരംഭിച്ചത്. പിന്നീട് എയർലൈൻ കമ്പനികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എയർപോർട്ടുകളിലും പരിശോധന ശക്തമാക്കി. റിട്ടേൺ ടിക്കറ്റ് 2 കമ്പനികളുടേതാകുമ്പോൾ ആശയക്കുഴപ്പത്തിനിടയാക്കുന്നതിനാലുമാണ് ഒരേ എയർലൈനിൽ തന്നെ ബുക്ക് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ വിസിറ്റിംഗ് വിസയിൽ യു എയിലേക്ക് പോകുന്നവർ ഈ നിർദ്ദേശവും കൂടി പാലിക്കേണ്ടതാണ്.